ഇനി നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിംഗ് ഉപയോഗിച്ചിട്ട് അതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം, ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിയംറ്റീവ് ആണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് നോൺ പ്രിയംറ്റീവ് ആണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിയംറ്റീവ് ആണ്. അതായത് നെക്സ്റ്റ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, നെക്സ്റ്റ് ഒരു പ്രോസസ്സ് വരികയാണെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സ് എടുക്കാനുള്ള ഷെഡ്യൂളിംഗ് ടൈപ്പാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അത് എങ്ങനെയാന്ന് നോക്കാം. ഇത് എഴുതുക, ടേബിൾ ഫോർമാറ്റിൽ തന്നിരിക്കുന്ന പ്രോസസ്സ് എടുത്ത് എഴുതുക. അറൈവൽ ടൈം, ബേഴ്സ്റ്റ്, ഇത് മൂന്നെണ്ണം ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന്. ദെൻ നിങ്ങൾക്ക് CT മാർക്ക് സ്പേസ് ഇടുക, ദെൻ TAT വെയിറ്റിംഗ് ടൈം, ഇതിനെല്ലാം സ്പേസ് ഇടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗാൺ ചാർട്ട് വരയ്ക്കണം ഫോർ ഫൈൻഡിങ് ദ കംപ്ലീഷൻ ടൈം. കംപ്ലീഷൻ ടൈം നമ്മൾ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗാൺ ചാർട്ട് വരയ്ക്കണം. ഫസ്റ്റ് പ്രോസസ്സ് P1 അറൈവ് ചെയ്തു, അറ്റ് ദ 0th സെക്കൻഡ് പ്രോസസ് P1 അറൈവ് ചെയ്തു, അത് മാർക്ക് ചെയ്യുക. ദെൻ പ്രോസസ്സ് P2 ഫസ്റ്റ് സെക്കൻഡിൽ അറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ P1-ന് 1 സെക്കൻഡ് മാത്രമേ CPU-ന് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പൊ 1 സെക്കൻഡ് അത് വർക്ക് ചെയ്തതിന് ശേഷം P2 അറൈവ് ചെയ്യുന്നുണ്ട്, അപ്പൊ P2-ന് കൊടുക്കണം. അപ്പൊ നമ്മൾ 1 സെക്കൻഡ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 4 - 1 3 ആ റിമൈനിങ് ടൈം അവിടെ എഴുതി വെക്കുക. ദെൻ P2 അറൈവ് ചെയ്തു, 1 സെക്കൻഡ് അത് വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. കാരണം P3 ഈസ് അറൈവിങ് ഇൻ ദ സെക്കൻഡ് സെക്കൻഡിൽ P3 അറൈവ് ചെയ്യാണ്. ദെൻ 1 സെക്കൻഡ് P2 എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ബാക്കി അവിടെ എഴുതി വെക്കുക. 2 - 1 1 എന്ന് എഴുതി വെക്കുക. ദെൻ ഇവിടെ നമ്മൾ റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ് നോക്കുന്നത്. അപ്പം ഇവിടുത്തെ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് 3 ഉണ്ട്, 1 ഉണ്ട്. P3 അറൈവ് ചെയ്തത് സെക്കൻഡ് ആണെങ്കിലും അതിന്റെ ടൈം എന്ന് പറയുന്ന ബേഴ്സ് ടൈം എന്ന് പറയുന്ന 5 ആണ്. ദെൻ നമ്മൾ കമ്പയർ ചെയ്യുക, ഏറ്റവും ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഏതിനാണോ ഉള്ളതെന്ന് കമ്പയർ ചെയ്യുക. അപ്പം ഇത് P2-നാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം, മീൻസ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റിമൈനിങ് ടൈം ഉള്ളത്, ദാറ്റ് ഈസ് 1 സെക്കൻഡ്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യും, P2 തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് 1 സെക്കൻഡും കൂടെ P2 വർക്കാവും മീൻസ് CPU-നെ അലക്കേറ്റ് ചെയ്യും. അപ്പം P2 ഇവിടെ എഴുതുക, 3 മാർക്ക് ചെയ്യുക. ദെൻ P2 അപ്പോഴത്തേക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും, അതിന്റെ ബേഴ്സ് ടൈം ഫുൾ കംപ്ലീറ്റ് ആയി, അത് ഓവർ ആണ്. ദെൻ ഈ P2 in 3 സെക്കൻഡ് എല്ലാ പ്രോസസ്സും വന്നിട്ടുണ്ട്, അതായത് ഈ P4 പ്രോസസ്സ് അറൈവ് ചെയ്തു. ദെൻ ഇതില് ബാക്കി ഷോർട്ടസ്റ്റ് റിമൈനിങ് വീണ്ടും നോക്കുക. P1 ആണ് ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ്. ദെൻ P1 എടുത്തു, P1 CPU-ന് അലക്കേറ്റ് ചെയ്തു. ദെൻ 3 + 3 6 മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് P4 ആണ്. 6 + 4 10 മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഒരു പ്രോസസ്സേ ഉള്ളൂ, P3. ദെൻ P3 അതിന്റെ ബേഴ്സ് ടൈം 5 ആണ്. 10 + 5 15. അപ്പൊ ഇങ്ങനെയാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റിൽ ഗാൺ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പൊ റിമൈനിങ് ടൈമും കൂടെ ചെക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കംപ്ലീഷൻ ടൈം കൊണ്ട് മാർക്ക് ചെയ്യുക, അതായത് ടേബിളിലോട്ട് എൻ്റർ ചെയ്യുക. കംപ്ലീഷൻ ടൈം ഓഫ് പ്രോസസ് P1 ഇത് എടുക്കരുത്, ലാസ്റ്റ് വരുന്ന, അതായത് ഗാൺ ചാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന P1 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് വരുന്ന, അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് ടൈം, അതായത് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് 6 ആണ്. 6 അവിടെ എടുത്തെഴുതുക. ദെൻ P2 എന്ന് പറയുന്നത് എത്രയാണ്, P2-ന് 3 ആണ്. ദെൻ P3 ലാസ്റ്റ് വരുന്നുണ്ട്, അത് 15 എടുക്കുക, മാറിപ്പോവാതെ എടുത്തെഴുതുക. ദെൻ P4 10 ആണ്, അത് എടുത്തെഴുതുക. അപ്പൊ ഗാൺ ചാർട്ട് നമ്മൾ ആദ്യം വരച്ചാൽ മാത്രമേ കംപ്ലീഷൻ ടൈം നമുക്ക് ടേബിളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ എൻ്ററിങ് കംപ്ലീഷൻ ടൈം നമുക്ക് ഫോർമുലയുണ്ട് TAT കണ്ടുപിടിക്കാനായിട്ട്. TAT = CT - AT. ഓരോ ഇതും മൈനസ് ചെയ്യുക. CT - അറൈവൽ ടൈം 6 - 0 6. Then 3 - 1 2. Then 15 - 2 30. Then 10 - 3 7.
Then next average എങ്ങനെ കണ്ടുപിടിക്കും? 6 plus 2 plus 13 plus 7 divided by total number of process. 4 process ആണ് ഇവിടെ ഉള്ളത്. Divided by 4, 7 millisecond എന്ന് കിട്ടും. Then waiting time. Waiting time എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഫോർമുല ഉണ്ട്. TAT മൈനസ് ബേർസ്റ്റ് ടൈം ആണ്. TAT എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോസസ്സിന്റെ 6 മൈനസ് ബേർസ്റ്റ് ടൈം. ബേർസ്റ്റ് ടൈം ഒറിജിനൽ ബേർസ്റ്റ് ടൈം വേണം എടുക്കേണ്ട. ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബേർസ്റ്റ് ടൈം ആണ് എടുക്കേണ്ട. റിമൈനിങ് ടൈം നമ്മൾ ഇവിടെ എഴുതുമല്ലോ, അത് എടുക്കാൻ പാടില്ല. ഒറിജിനൽ ബേർസ്റ്റ് ടൈം ആണ് മൈനസ് ചെയ്യേണ്ടത്. 6 മൈനസ് 4, 2, then 2 minus 2, 0, then 13 minus 5, 8, then 7 minus 4, 3. അപ്പം ഇത് ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? 2 plus 0 plus 8 plus 3 divided by total number of process, അതായത് 4. 3.25 millisecond എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിയംറ്റീവ് ആണ്. അറൈവൽ ടൈം നോക്കി വേണം ചെയ്യാൻ. അതിന്റെ റിമൈനിങ് ടൈമും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ആദ്യം